നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷാസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് NMMS സെറ്റ് 1000 ക്വസ്റ്റ്യൻസിലുള്ള 101 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ശബ്ദത്തിൻ്റെ ശക്തി അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന രോഗാണു വൈറസാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത രക്തകോശങ്ങൾ ചുവന്ന രക്താണുക്കളാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അണ്ടർ കമ്മീഷനാണ്. ബക്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നല്ലോണം പഠിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 106. അന്തരീക്ഷത്തിൽ ഏറ്റവും താപനില കുറഞ്ഞ മണ്ഡലമാണ് മീസോസ്ഫിയർ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ്. 108. അപ്പക്കാരത്തിൻ്റെ രാസവാക്യം സോഡിയം ബൈകാർബണേറ്റ് ആണ്. 109. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. അതൊന്ന് നല്ലോണം ഒന്ന് പഠിച്ച് വെക്കുക. പിന്നെ 110. കണ്ണിലുള്ള ലെൻസ് ഏതാണെന്നാണ്. ബൈക്കോൺവെക്സ് ലെൻസ്, അതായത് ഉത്തല ലെൻസാണ് കണ്ണിലുള്ള ലെൻസ്. ഇതിൽ പിന്നെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം ഒന്ന് പഠിച്ചു വെക്കുക. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അഗ്നേയ എന്നവിടെ അടിച്ചതിലൊരു തെറ്റ് വന്നിട്ടുണ്ട്. ആഗ്നേയ ഗ്രന്ഥി എന്നാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയ രസം. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല്, അതും കൂടി ഉത്തരം വിട്ടുപോയിട്ടുണ്ട്. ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള ഉപകരണങ്ങളുടെ യൂണിറ്റാണ് വാട്ട്. അത് ഓർത്ത് വെക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തിയുടെ പേരാണ് ചോദിക്കുന്നത്. ഫ്രാൻസിലെ ലൂയി 14 ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല എന്നറിയപ്പെടുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 ദേശീയമാണ്, ഓർക്കണേ. പിന്നെ ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. പിന്നെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് പ്ലാങ്ക് ആണ്. മറന്നു പോകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറുന്ന ഉപകരണമാണ് ഗ്യാസ് സ്റ്റൗ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിക്രം സാരാഭായി. വൃത്തഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഇന്ത്യയുടെ വടക്കുകിഴക്കായി കിടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് നല്ലോണം ഒന്ന് ഓർത്ത് വെക്കണേ. ഗ്യാസ് സ്റ്റൗവിൻ്റെ രാസോർജം താപോർജവും അതുപോലെ തന്നെ പ്രകാശോർജവും മാറുന്ന ഒരു ഉപകരണമാണ് ഗ്യാസ് സ്റ്റൗ. ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാണ് ചലപതി റാവു ആണ്. പിന്നെ അതുപോലെ തന്നെ രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമാണ് മഗ്നീഷ്യം. മെഴുകുതിരിയിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. നേപ്പാളിൽ എവറസ്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കാം. സാഗർമാത എന്നാണ് നേപ്പാളിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത്. പിന്നെ ഇറാഖിൻ്റെ പഴയ പേരാണ് മെസപ്പൊട്ടോമിയ. ഓർത്ത് വെക്കുക. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കുഭാഗമാണ് സഹ്യപർവ്വതം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂറാണ്. ബൈബിൾ രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലെന്ന് ചോദിക്കാം. ഹീബ്രു ഭാഷയിലാണ്. ഒരേ മാസമുള്ള മൂലകങ്ങളാണ് ഐസോബാർ. പിന്നെ ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സൺയാസൺ ആണ്. ഓർത്ത് വെക്കുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ സാധ്യതയുണ്ട്. 5.5 മണിക്കൂറാണ്. ഒന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 136. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശം ശ്വേതരക്തകോശമാണ്. അക്ബറിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനാണ് താൻസൻ. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന രക്തകോശമാണ് ചുവന്ന രക്തകോശങ്ങൾ. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്പിളിൽ അടങ്ങിയ ആസിഡിൻ്റെ പേരെന്താണെന്ന്. മാലിക് ആസിഡാണ്. ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. റൈറ്റിനാൽ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ എ ആണ്. ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. ചാതുർവർണ്ണയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഋഗ്വേദമാണ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് റൂട്ട് അയൺ. അർബുദത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ഓങ്കോളജി. യുവത്വ ഹോർമോൺ ആണ് തൈമോസിൻ. ഇത്രയും കാര്യങ്ങളാണ് 150 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ വരുന്നത്. നിങ്ങൾ ഓരോന്നോരോന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സൗണ്ട് കേട്ടിട്ടല്ല തന്നെ ഞാനിവിടെ എഴുതിയ കാര്യങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. സൗണ്ടാകുമ്പോൾ ഞാൻ ഇത്തിരി സ്പീഡായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ച് തന്നെ പഠിക്കുക. ഓക്കെ. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.